ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ക്രിസിൽ. ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള 5 ടെസ്റ്റ് മത്സരങ്ങളുടെ ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ മൂന്നാമത്തെ ടെസ്റ്റ് മത്സരം ഗ്യാബയിൽ ആരംഭിക്കുകയാണ്. ഈ ഒരു മത്സരത്തിന് മുന്നോടിയായി ഒരുപാട് വാഗ്വാദങ്ങളും വെല്ലുവിളികളും ഇരു ടീമുകളുടെ ഭാഗത്തു നിന്നും തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ഓസ്ട്രേലിയൻ ക്യാപ്റ്റനായിട്ടുള്ള പാറ്റ് കമ്മിൻസ് പത്രസമ്മേളനത്തിൽ പറഞ്ഞത് ഇന്ത്യൻ ബാറ്റർമാരെ ബൗൺസറുകൾ കൊണ്ട് വെല്ലുവിളിക്കുന്നു എന്നുള്ളതാണ്, അല്ലെങ്കിൽ ബൗൺസറുകൾ കൊണ്ട് കുഴപ്പിക്കും എന്നുള്ളതാണ്. പക്ഷേ അതിന് മറുപടിയായിട്ട് ഇന്ത്യയുടെ ടോപ്പ് ഓർഡർ ബാറ്ററായിട്ടുള്ള ശുഭ്മാൻ ഗിൽ പറഞ്ഞത് അദ്ദേഹം ഇതിനു മുമ്പുള്ള 2 ടെസ്റ്റ് മത്സരങ്ങളിലും ടെയിലൻഡേഴ്സിനെതിരെയാണ് ഈ ബൗൺസറുകൾ കൂടുതലായിട്ട് പ്രയോഗിച്ചത് എന്നുള്ളതാണ്. ഈവൻ ഞങ്ങൾക്കെതിരെ ഈ ബൗൺസറുകൾ പ്രയോഗിക്കുകയാണെങ്കിൽ അത് എങ്ങനെ നേരിടണമെന്ന് ഇന്ത്യൻ ബാറ്റർമാർക്ക് അറിയാമെന്നുള്ള ഒരു മറുപടിയും ശുഭ്മാൻ ഗില് പാറ്റ് കമ്മിൻസിന് കൊടുക്കുന്നത് നമ്മൾ കണ്ടു. ഏതായാലും ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള ഇതുപോലെയുള്ള പരമ്പരകൾ വരുന്ന സമയത്ത് ഇതുപോലെയുള്ള വാഗ്വാദങ്ങളും വെല്ലുവിളികളും എല്ലാം സർവ്വസാധാരണമാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ലോക ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച 2 ടീമുകൾ തമ്മിലാണ് മാറ്റുരയ്ക്കുന്നത് എന്നുള്ളതാണ്. നമുക്കൊരു 4 വർഷം പിന്നിലേക്ക് പോവുകയാണെങ്കിൽ 2020-21 ഇന്ത്യയുടെ ഓസ്ട്രേലിയൻ പര്യടനം, ആ ഒരു ഓസ്ട്രേലിയൻ പര്യടനം എന്ന് പറയുമ്പോൾ അതിനു മുമ്പ് 2 കൊല്ലം മുമ്പാണ് ഇന്ത്യ ആദ്യമായിട്ട് ഓസ്ട്രേലിയയിൽ ഒരു പരമ്പര നേടുന്നത്. വിരാട് കോഹ്ലി എന്ന് പറയുന്ന ഒരു മഹാരഥനായ ക്യാപ്റ്റന്റെ കീഴിൽ 2018 പരമ്പര നേടിയ ഇന്ത്യ അതിനുശേഷം വീണ്ടും 2 വർഷത്തിന് ശേഷം 2020-21 സീസണിൽ വീണ്ടും ഓസ്ട്രേലിയയിലേക്ക് പുറപ്പെടുമ്പോൾ വലിയ പ്രതീക്ഷകളൊന്നും ഇന്ത്യൻ ആരാധകർക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ പറയാനുള്ള കാരണം എന്ന് പറയുന്നത് ഇന്ത്യൻ ക്യാപ്റ്റനായിട്ടുള്ള വിരാട് കോഹ്ലി തന്നെ ആദ്യ മത്സരത്തിന് മാത്രമേ അവൈലബിൾ ആയിരിക്കുള്ളൂ എന്നുള്ളത് BCCI അറിയിച്ചിരുന്നു എന്നുള്ളതാണ്. ആദ്യ മത്സരത്തിന് ശേഷം തന്റെ പേഴ്സണൽ കാരണങ്ങൾ കൊണ്ട് അദ്ദേഹം തിരിച്ച് നാട്ടിലേക്ക് വരുമെന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നീടുള്ള 3 ടെസ്റ്റ് മത്സരങ്ങളിൽ ഇന്ത്യയെ നയിക്കേണ്ട ചുമതല ഇന്ത്യയുടെ വൈസ് ക്യാപ്റ്റനായിട്ടുള്ള അജിങ്ക്യ രഹാനെയ്ക്കായിരുന്നു. ആദ്യ ടെസ്റ്റ് മത്സരത്തിൽ എല്ലാവരും പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഒരു പിങ്ക് ബോൾ ടെസ്റ്റ് മത്സരമായിരുന്നു. അഡ്ലൈഡ് ഓവലിൽ നടന്ന ടെസ്റ്റ് മത്സരത്തിൽ ആദ്യ ഇന്നിംഗ്സിൽ വിരാട് കോഹ്ലി ഒരു മികച്ച പ്രകടനം കാഴ്ചവെച്ചു. 70-ന് മുകളിലുള്ള ഒരു സ്കോർ നേടാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തു. പക്ഷേ രണ്ടാമത്തെ ഇന്നിംഗ്സിൽ ഓസ്ട്രേലിയ പിങ്ക് ബോളിൽ അജയ്യരാണ് എന്ന് തെളിയിക്കുന്ന വിധത്തിൽ ഇന്ത്യയെ വെറും 36 റൺസിന് ഓൾ ഔട്ട് ആക്കി എന്നുള്ളതാണ്. അതോടുകൂടി ഇന്ത്യൻ ടീമിനെ പറ്റിയുള്ള ഇന്ത്യൻ ആരാധകരുടെ പ്രതീക്ഷകൾ എല്ലാം തകർന്നു വീഴുകയും ചെയ്തു. കാരണം രണ്ടാമത്തെ ടെസ്റ്റിന് ഇന്ത്യ പുറപ്പെടുന്നതിന് മുമ്പ് വിരാട് കോഹ്ലി നാട്ടിലേക്ക് മടങ്ങി പോരുകയും ചെയ്തിരുന്നു. അജിങ്ക്യ രഹാനെയുടെ നേതൃത്വത്തിലാണ് ഇന്ത്യ രണ്ടാമത്തെ ടെസ്റ്റിന് മെൽബണിൽ കളിക്കാൻ ഇറങ്ങിയത്. പക്ഷേ മുന്നിൽ നിന്ന് നയിച്ച അജിങ്ക്യ രഹാനെയുടെ ഒരു എക്സലന്റ് ആയിട്ടുള്ള ഒരു പ്രകടനത്തിൽ ഇന്ത്യ മെൽബണിൽ ഓസ്ട്രേലിയനെ പരാജയപ്പെടുത്തി. ഒരു സെഞ്ചുറി നേടിയ അജിങ്ക്യ രഹാനെ തന്നെയായിരുന്നു ഇന്ത്യയുടെ മത്സരത്തിലെ ഹീറോ എന്ന് പറയാതിരിക്കാനാവില്ല. ആ ഒരു മത്സരത്തിന് ശേഷം പരമ്പര 1-1 എന്ന നിലയിലേക്ക് മാറുകയും ചെയ്തിരുന്നു. മൂന്നാമത്തെ ടെസ്റ്റ് മത്സരത്തിനായി ഇന്ത്യ സിഡ്നിയിലേക്ക് എത്തുന്ന സമയത്ത് സിഡ്നിയിലെ മത്സരവും ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു. കാരണം അവിടെ ആര് ജയിക്കുന്നോ അവർ 2-1 പരമ്പരയിൽ മുന്നിലെത്തും എന്നുള്ളതായിരുന്നു. പക്ഷേ അവിടെയും ഇന്ത്യ നല്ലൊരു പ്രകടനം കാഴ്ചവെക്കുകയും ഇന്ത്യയുടെ ടോപ്പ് ഓർഡർ ബാറ്റിംഗിൽ ഏറ്റവും പ്രധാനപ്പെട്ട താരമായ ചേതേശ്വർ പൂജാര 2 ഇന്നിംഗ്സിലും അർദ്ധ സെഞ്ചുറികൾ നേടുന്ന ഒരു മനോഹരമായ കാഴ്ച നമ്മൾ സിഡ്നിയിൽ കാണുകയും ചെയ്തു. പക്ഷേ എന്നിട്ടും ഓസ്ട്രേലിയ അവിടെ മേൽക്കോയ്മ നേടുക തന്നെ ചെയ്തു. അവസാന ദിവസം അശ്വിനും ഹനുമ വിഹാരിയും ചേർന്ന് നടത്തിയ ഒരു എക്സലന്റ് ആയിട്ടുള്ള ചെറുത്തുനിൽപ്പാണ് ഇന്ത്യക്ക് ആ മത്സരത്തിൽ ഒരു സമനില നേടിക്കൊടുത്തത്. സിഡ്നിയിലെ മൂന്നാമത്തെ ടെസ്റ്റ് മത്സരം അവസാനിച്ചപ്പോൾ വീണ്ടും പരമ്പര 1-1 എന്ന നിലയിലായിരുന്നു. പിന്നീടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 4ാമത്തെ അവസാനത്തെ ടെസ്റ്റ് മത്സരം നടക്കുന്നതാകട്ടെ ഓസ്ട്രേലിയയുടെ കോട്ടയായ അല്ലെങ്കിൽ ഉരുക്കു കോട്ടയായ ഗ്യാബയിലായിരുന്നു. ഗ്യാബയെ സംബന്ധിച്ചിടത്തോളം ഗ്യാബയിൽ 1988 ശേഷം ഓസ്ട്രേലിയ പരാജയം എന്തെന്ന് അറിയാത്ത ഒരു ഗ്രൗണ്ടായിരുന്നു. 1988 വെസ്റ്റ് ഇൻഡീസിന്റെ പ്രതാപകാലം അല്ലെങ്കിൽ പ്രതാപകാലം അസ്തമിക്കുന്ന ഒരു സമയത്താണ് അവസാനമായിട്ട് വെസ്റ്റ് ഇൻഡീസ് ഓസ്ട്രേലിയനെ ഗ്യാബയിൽ പരാജയപ്പെടുത്തുന്നത്. അതിനുശേഷം പല ടീമുകൾക്കും ഗ്യാബയിൽ ഓസ്ട്രേലിയയുമായിട്ട് സമനില നേടാനായിട്ട് സാധിച്ചിട്ടുണ്ടെങ്കിലും ഒരു ടീമിനും ഓസ്ട്രേലിയനെ അവിടെ കീഴ്പ്പെടുത്താനായിട്ട് സാധിച്ചിരുന്നില്ല എന്നുള്ളതാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ പ്രഗത്ഭ താരങ്ങൾ എല്ലാവരും തന്നെ പലരും പരിക്കിന്റെ പിടിയിലായി, പലരും നാട്ടിലേക്ക് മടങ്ങിപ്പോന്നു. ഈവൻ ഇന്ത്യയുടെ കുന്തമുനയായ ജസ്പ്രീത് ബുംറ വരെ ആ മത്സരത്തിൽ കളിച്ചിരുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ മത്സരത്തിൽ ഇന്ത്യ പരാജയപ്പെടും എന്നുള്ള കാര്യത്തിൽ ആർക്കും തന്നെ യാതൊരു സംശയവുമില്ലായിരുന്നു. പക്ഷേ എല്ലാ പ്രതീക്ഷകളെയും മാറ്റിമറിച്ചുകൊണ്ട് ഇന്ത്യൻ ആരാധകരെ ആവേശത്തിന്റെ ഒരു കൊടുമുടിയിലേക്ക് എത്തിച്ചുകൊണ്ട് ആ മത്സരം ജയിക്കാനായിട്ട് ഇന്ത്യക്ക് സാധിക്കുകയും ചെയ്തു. എക്സലന്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു ഇന്ത്യൻ ബാറ്റർമാരുടെയും ഇന്ത്യൻ ബൗളർമാരുടെയും സൈഡിൽ നിന്ന് അന്ന് നമ്മൾ കണ്ടത്. ആദ്യ ഇന്നിംഗ്സിൽ ഒരു മികച്ച സ്കോർ നേടിയ ഓസ്ട്രേലിയയെ പിന്തുടർന്ന ഇന്ത്യ ഒരു ഘട്ടമായപ്പോഴേക്കും 180 റൺസ് എന്നുള്ള നിലയിൽ 6 വിക്കറ്റ് നഷ്ടപ്പെട്ട് പതർച്ചയെ നേരിടുന്ന ഒരു കാഴ്ചയായിരുന്നു. പക്ഷേ ആ സമയത്ത് ഷാർദുൽ താക്കൂറും അതുപോലെ തന്നെ മറ്റൊരു പുതുമുഖ താരമായിട്ടുള്ള വാഷിംഗ്ടൺ സുന്ദറും ചേർന്നുള്ള ഒരു എക്സലന്റ് ആയിട്ടുള്ള ഒരു കൂട്ടുകെട്ട്, രണ്ടുപേരും 60 റൺസിന് മുകളിലുള്ള ഒരു സ്കോർ നേടുകയും ഇന്ത്യയെ ഓസ്ട്രേലിയൻ ഇന്നിംഗ്സിന്റെ അടുത്തേക്ക് എത്തിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. മൂന്നാമത്തെ ഇന്നിംഗ്സിൽ ബാറ്റ് ചെയ്ത ഓസ്ട്രേലിയ വീണ്ടും ഒരു മികച്ച പ്രകടനം കാഴ്ചവെക്കും ഇന്ത്യക്ക് മുന്നിൽ 329 റൺസ് എന്ന് പറയുന്ന ഒരു വലിയ വിജയ ലക്ഷ്യം വെക്കുകയും ചെയ്തു. 4ാമത്തെ ദിവസം കളി അവസാനിക്കുമ്പോൾ ഇന്ത്യ 4 റൺസിന്
വിക്കറ്റ് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ള സ്ഥിതിയിലായിരുന്നു. 5ാമത്തെ ദിവസം ഇന്ത്യക്ക് നേടേണ്ടിയിരുന്നത് 325 റൺസ് എന്ന് പറയുന്ന ഒരു വലിയ സ്കോറായിരുന്നു. പക്ഷേ ഇന്ത്യയുടെ ഏറ്റവും ടാലന്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇന്ത്യയുടെ ഫ്യൂച്ചർ താരം എന്ന് വിശേഷിപ്പിക്കാവുന്ന ശുഭ്മാൻ ഗില്ലിന്റെ നേതൃത്വത്തിൽ ഒരു മികച്ച പ്രകടനം കാഴ്ചവെച്ച ഇന്ത്യ ശുഭ്മാൻ ഗില്ലും ചേതേശ്വർ പൂജാരയും തമ്മിലുള്ള ഒരു കൂട്ടുകെട്ട് ഇന്ത്യക്ക് ഒരു മികച്ച തുടക്കം നൽകി എന്നുള്ളതാണ്. ശുഭ്മാൻ ഗിൽ 91 റൺസിന് പുറത്താക്കുമ്പോൾ ചേതേശ്വർ പൂജാര തന്റെ മറ്റൊരു അർദ്ധ സെഞ്ചുറി ഇന്ത്യക്ക് വേണ്ടി നേടുകയും ചെയ്തിരുന്നു. പക്ഷെ പിന്നീട് അങ്ങോട്ട് ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പർ ബാറ്ററായ ഋഷഭ് പന്തിന്റെ ഒരു ഒറ്റയാൾ പോരാട്ടമാണ് ഇന്ത്യൻ ആരാധകർ കണ്ടത്. 89 റൺസ് നേടി പുറത്താകുന്ന ഋഷഭ് പന്ത് ഇന്ത്യയെ വിജയതീരത്തെത്തിക്കുകയും ചെയ്തു. 32 വർഷമായി ഒരു ടീമിന് മുന്നിലും അടിയറ വയ്ക്കാത്ത ഓസ്ട്രേലിയയുടെ ഉരുക്കുകോട്ടയായ ഗ്യാബ ഇന്ത്യൻ ബാറ്റർമാരുടെ നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ തകർന്നു വീണു. ലോക ക്രിക്കറ്റിലെ തന്നെ പോരാട്ടങ്ങളുടെ പോരാട്ടം എന്ന് വിശേഷിപ്പിക്കാവുന്ന ബോർഡർ ഗവാസ്കർ ട്രോഫി വീണ്ടും ഇന്ത്യൻ മണ്ണിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ഇന്ത്യൻ താരങ്ങൾക്ക് അന്ന് സാധിക്കുകയും ചെയ്തു. ഏതായാലും വീണ്ടും ഒരു മത്സരം ഗ്യാബയിലേക്ക് എത്തുകയാണ്. ഇപ്പോഴും പരമ്പര 1-1 നിലയിലാണ് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഗ്യാബയിൽ 4 വർഷങ്ങൾക്ക് മുന്നേ ചരിത്രം കുറിച്ച ഇന്ത്യക്ക് വീണ്ടും ഒരു ചരിത്രം ആവർത്തിക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. മറ്റു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.